ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ആപ്റ്റിറ്റ്യൂഡിന്റെ ബേസ് ടോപ്പിക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നമ്പർ സിസ്റ്റം. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സുകളിൽ സിംപ്ലിഫിക്കേഷൻ ട്രിക്സ് ഒക്കെ പഠിക്കുമ്പോഴേക്കും നമ്പർ സിസ്റ്റം ആണ് അതിന്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് കാണാറുണ്ട്. അതായത് ഇന്റർചേഞ്ചിങ് ഓഫ് പൊസിഷൻസ് will make the number this much അല്ലെ, അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ നമ്പറിന്റെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് ഇത്രയാണ് എങ്കിൽ അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സം എത്ര, തുടങ്ങിയ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. കൂടാതെ തന്നെ നമ്മൾ കാണാറുണ്ട് 2 to the power of 18 plus 2 to the power of 15 divided by 5 ഇതിന്റെ റിമൈൻഡർ എത്രയാണ്. സോ ഇങ്ങനെയുള്ള എല്ലാ തരം ക്വസ്റ്റ്യൻസും റിമൈൻഡർ തിയറം ഇതെല്ലാം വരുന്നത് ഡിവിഷൻ റൂള്, യൂണിറ്റ് പ്ലേസ് മെത്തേഡ് ഇതെല്ലാം അപ്ലൈ ചെയ്യുന്ന വളരെ വാസ്റ്റ് ആയിട്ടും എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും ചോദിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്പർ സിസ്റ്റം. അപ്പം അതിന്റെ ഈസിനെസ് അല്ലെങ്കിൽ അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നതിന് മുമ്പ് വാട്ട് ഡു യു മീൻ ബൈ നമ്പർ സിസ്റ്റം? അപ്പൊ നമ്മൾ ഇതിനകത്ത് പഠിക്കാറുണ്ട്, കുറച്ച് ഹയർ ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാംസിലൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, അതർ ദാൻ ഡെസിമൽ സിസ്റ്റം വി ആർ ഹാവിംഗ് സോ മെനി നമ്പർ സിസ്റ്റംസ് അല്ലെ, ഏതൊക്കെയാണ്? ഡിജിറ്റൽ ഉണ്ട്, സോ ഡിജിറ്റലി റെപ്രസെന്റിങ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റവും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ തന്നെ നമ്പർ സിസ്റ്റം എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ നമ്പർ സിസ്റ്റം? ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് സംതിങ് അല്ലെ. ഒരു കുറച്ച് നൊട്ടേഷൻസ് വെച്ചിട്ട്, കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? വി ആർ റെപ്രസെന്റിങ് സംതിങ് ടു എ ലിമിറ്റഡ് വാല്യൂ അല്ലെ. ഒരു ലിമിറ്റഡ് വാല്യൂയിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സിംബൽസ് വെച്ചിട്ട്. ആൻഡ് ദ സിംബൽസ് വി ആർ ഫോളോയിങ് ഇൻ ഡെസിമൽ നമ്പർ സിസ്റ്റം 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. So using this 10 factors, 10 symbols. Okay, I am saying that it is a symbol അല്ലെ. നമ്മൾ ഇതിപ്പോ 0 ആണ് അല്ലെങ്കിൽ ഇത് 1 ആണ് എന്ന് ഡിജിറ്റ് ആണ് എന്ന് പറയുന്നത് എന്തിലാണ്? ഡെസിമൽ സിസ്റ്റത്തിലാണ് അല്ലെ. യൂസിങ് ദിസ് 10 symbols we are arranging the digits അല്ലെങ്കിൽ we are arranging the symbols so as to make a quantity. ഒരു ക്വാണ്ടിറ്റിയെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. ഈ പെർട്ടിക്കുലർ രീതി എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തില് ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 10. കാരണം എന്താണ്? 10 സിംബൽസ് ആണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഇപ്പൊ 1, 4, 8, 6 എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ ഓഫ് സം ക്വാണ്ടിറ്റി ആണ്. 1486 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് സം ക്വാണ്ടിറ്റി യൂസിങ് ബേസ് 10 അല്ലെങ്കിൽ ഈ 10 എന്ന് പറയുന്ന ഡെസിമൽ. നോർമലി നമ്മൾ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനായിട്ട് ഏതൊക്കെ സിംബൽസ് ആണ് യൂസ് ചെയ്യുക? 0 to 9 വരെയുള്ള 10 സിംബൽസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതർ ദാൻ ഡെസിമൽ നമ്പർ സിസ്റ്റം വി ആർ ഹാവിംഗ് ഏതൊക്കെ നമ്പർ സിസ്റ്റം ഉണ്ട്? ഡിജിറ്റൽ ഉണ്ട് അല്ലെ. ഡിജിറ്റൽ നമ്പർ സിസ്റ്റം ഉണ്ട്. അവിടെ നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന ഫിഗേഴ്സ് ഏതൊക്കെയാണ്? 0യും 1ഉം ആണ്. ആ യൂസ് ചെയ്യുന്ന സിംബൽസ് എന്ന് പറയുന്നത് ഓൺലി 0 and 1. ഇൻ ഡിജിറ്റൽ സിസ്റ്റം ബേസ് ഈസ് 2 അല്ലെ. ഇനി ഒക്ടൽ ഉണ്ട്. ഒക്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to 7 അല്ലെ. 0 to 7 എന്നുള്ള 0, 1, 2, 3, 4, 5, 6, 7 ആ 8 ഡിജിറ്റ്സ് അല്ലെങ്കിൽ 8 സിംബൽസ് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒക്ടൽ നമ്പർ സിസ്റ്റം. 8 സിംബൽസേ ഉണ്ടാവുള്ളൂ. അപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് നമ്മളുടെ നോർമൽ നമ്പർ സിസ്റ്റം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ പ്രോപ്പർ ആയിട്ട് ഒരു ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ ബേസ് 10 ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ 0 to 9 ആണ് അവിടുത്തെ സിംബൽസ്. 0, 1, 2, 3 and you are saying that it is digits അല്ലെ. അപ്പൊ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ നമുക്ക് ഇനി അതിന്റെ നമ്പർ സിസ്റ്റത്തിന്റെ ഡെപ്തിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫെമിലിയറൈസ് ആവാൻ വേണ്ടിയിട്ട് യു ഓൾ ഹിയർ അബൌട്ട് റിയൽ നമ്പേഴ്സ് അല്ലെ. റിയൽ എന്ന് പറയുന്ന വേർഡ് തന്നെ മീൻ ചെയ്യുന്നത് എന്താ? ഇറ്റ് ഇസ് സംതിങ് റിയൽ അല്ലെ. റിയൽ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാല് റിയൽ നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് ടു വിച്ച് വി ആർ ക്വാണ്ടിഫൈയിങ് ദ ലെങ്ത്, breadth
then measures, ഏത് മെഷർ ആയിക്കോട്ടെ, ലെങ്ത് ആവാം, ബ്രെഡ്ത്ത് ആവാം, അല്ലെങ്കിൽ കിലോഗ്രാം അല്ലെ, ഇത്ര കിലോഗ്രാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയാ, റിയൽ നമ്പേഴ്സ്. ഓക്കെ, ലെങ്ത്, ഹൈറ്റ്, ഇങ്ങനെയുള്ള എന്ത് കാര്യം റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് ഈസ് ദ നമ്പേഴ്സ് ടു റെപ്രസെന്റ് ഓർ ക്വാണ്ടിഫൈ സംതിങ് അല്ലെ. അപ്പൊ 0, 1, 2, 3, 4, 5, 6 ഇതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസിന് അപ് ടു 9 അല്ലെ, 9 വരെയുള്ള കോമ്പിനേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിയൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ എണ്ണുന്ന നമ്പേഴ്സ് അല്ലെ, എണ്ണി തിട്ടപ്പെടുത്തുന്ന നമ്പേഴ്സ്. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ഗോ അപ് ടു ഇൻഫിനിറ്റി. അത് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അങ്ങനെയുള്ള ഡിഫറെന്റ് കോമ്പിനേഷൻസ് പോസിബിൾ ആണ് ഇൻഫിനിറ്റിയിൽ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ, പ്ലേസ് വാല്യൂ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നോക്കാം, പ്ലേസ് വാല്യൂ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, in real numbers it can be rational or irrational. എന്താണ് റാഷണൽ നമ്പേഴ്സ്, എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? ഇപ്പൊ നമ്മൾ റാഷണൽ നമ്പേഴ്സ് പറയാം, -1/2, ഓക്കെ, -3/2, 6, 7, 18, -18, then 1/3. ഓക്കെ, ഇതൊക്കെ എന്ത് നമ്പേഴ്സ് ആണെന്ന് പറയും നമ്മള്, റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ റാഷണൽ നമ്പേഴ്സ്? Rational numbers are the numbers which can be expressed as a by b form, but b not equal to 0. b 0 അല്ലാത്ത ഏത് നമ്പറിനെയും ഏത് ഫ്രാക്ഷൻ ആയിട്ട്, അതായത് a by b എന്ന് റെപ്രസെന്റ് ചെയ്യാനുള്ള ഫ്രാക്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റാഷണൽ നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് which can be expressed in form of a by b where b not equal to 0. നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ്. അപ്പൊ നമ്മളുടെ നോർമൽ റിയൽ നമ്പർ സിസ്റ്റം, അല്ലെങ്കിൽ നോർമൽ നമ്മളുടെ ഡിജിറ്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ സംഖ്യകളെല്ലാം എന്തിൽ വരും, a by b. ഇപ്പൊ ഈ പറയുന്നപ്പോ നിങ്ങൾ നോക്കും, 6 എന്ന് പറയുന്ന റാഷണൽ ആണോ? 6ന്റെ ഡിനോമിനേറ്ററിൽ എന്ത് വരും, 1 വരും അല്ലെ. then 7 ആണ്, 7/1, -18/1. so it is also മൈനസ് നമ്പേഴ്സും എന്തിൽ തന്നെയാ വരുന്നത്, റാഷണൽ നമ്പർ സിസ്റ്റത്തിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോ -6/2 ആൻഡ് ഹിയർ -1/2 അല്ലെ, ഒരു വാല്യൂ ഉണ്ട് ഇതിന് അല്ലെ, -0.5, ഒരു ലിമിറ്റഡ് വാല്യൂ ഉണ്ട്. -3/2, യു ആർ ഹാവിംഗ് 3/2. നമുക്ക് 3/2 ചെയ്തു നോക്കുമ്പോ എന്ത് കിട്ടും, 1, 2, 1.5. അതൊരു ലിമിറ്റഡ് വാല്യൂ ആണ്, -1.5 അല്ലെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരാളെ കണ്ടോ, 1/3, and I am saying that it is rational number. How can? എന്തുകൊണ്ടാണ് 1/3 എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോ you know that 10, 3, എന്ത് വരും, 9, വീണ്ടും 10, 3, 9 അല്ലെ. ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, 3 എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സും എന്തിൽ തന്നെയാണ് വരുന്നത്, റാഷണൽ നമ്പർ സിസ്റ്റത്തിലാണ് വരുന്നത്. സോ യു ക്യാൻ റെപ്രസെന്റ് ബൈ 1/3 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 0.3 ഒരു ബാർ കൊടുക്കും മേളില്, എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ, 0.3 ഈസ് റിപ്പീറ്റിംഗ് അല്ലെ, ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റിംഗ്. ഇനി എവിടെങ്കിലും നമുക്ക് 0.287 ബാർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്, ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ വേർ 0.287 ഈസ് റിപ്പീറ്റിംഗ്. ഓക്കെ, ചിലർ ഇത് നെഗറ്റീവ് സൈൻ ആയിട്ട് കൂട്ടാറുണ്ട്. ഇത് നെഗറ്റീവ് സൈൻ അല്ല, ഈ ബാർ മീൻ ചെയ്യുന്ന എന്താണ്, 0.287, 287, 287 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഇറ്റ്സ് ഇൻഫിനിറ്റി 287, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസിക്യൂട്ടീവ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള നമ്പേഴ്സിനെയും നമ്മൾ എന്തിലാണ് പെടുത്തുന്നത്, റാഷണൽ നമ്പേഴ്സിലാണ്. സോ ഇഫ് യു ആർ റെപ്രസെന്റിങ് 0.45 മേളിലൊരു ബാർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ മീനിങ്, 45 ഈസ് റിപ്പീറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ വിച്ച് among the following is a rational number, അല്ലെ വിച്ച് among the following is not a rational number. So when you are representing this, അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫ്രാക്ഷൻസും എന്തിൽ പെടും, റാഷണൽ നമ്പേഴ്സിൽ പെടും. ഓക്കെ, then what do you mean by irrational numbers?
ഓഫ് കോഴ്സ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത് എ ബൈ ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബൈ ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ആയിരിക്കും അല്ലെ? ദാറ്റ് ഇസ് those is not those cannot be represented as a by b അല്ലെ? The numbers which cannot be represented as a by b. If suppose pi value, okay, പൈ വാല്യൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മൾ എടുക്കുന്നത് 22/7 ആണ്. 22/7 നമ്മൾ ലിമിറ്റ് ചെയ്തെടുക്കുന്നത് 3.14 എന്നാണ് നമുക്ക് ലിമിറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, വി ആർ അപ്രോക്സിമേറ്റിംഗ്, ഇറ്റ് ഇസ് നോട്ട് ദ ആപ്റ്റ് വാല്യൂ അല്ലെ? 3.14. ഇപ്പൊ നിങ്ങൾ 22/7 ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ 22/7. 3 എടുത്തു, 21 എടുത്തു, 1 എടുത്തു, then 0.10 അല്ലെ? അപ്പൊ എന്താ 7 3 4 then 34 അല്ലെ? 28 വീണ്ടും 2 വന്നു. അതായത് ഇതിങ്ങനെ നീണ്ടു പോവാ അല്ലെ? അതായത് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ 1 4 2 8 എന്ന് പറഞ്ഞ് ഇങ്ങനെ മേളിലോട്ട് പോവാ ചെയ്യുന്നത്. ആൻഡ് ദ മെയിൻ തിങ് ഈസ് ഇറ്റ് ഈസ് നോട്ട് റെക്കറിംഗ്. ഓക്കെ, എന്ത് ചെയ്യുന്നില്ല? റെക്കറന്റ് അല്ല. റെക്കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ ഇവിടെ കണ്ടു 0.3 ഈസ് റെക്കറിംഗ് എന്ന് വെച്ചാൽ വീണ്ടും റീ ഒക്വറിംഗ് എന്നാണ് അല്ലെ? അതായത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? അങ്ങനെ ഒരു റെപ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള വാല്യൂസ് ആണ് എന്ത്? ഇറാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ √2, √3 ഇതൊന്നും എന്തല്ല? സ്പെസിഫിക് വാല്യൂ അല്ല. And we are approximating the value എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? അപ്പൊ സ്പെസിഫിക് വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് റെക്കറിംഗ് അല്ലാത്ത ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറാഷണൽ നമ്പേഴ്സ്. അപ്പം എ ബൈ ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തതോ റെക്കർ ചെയ്യാത്തതോ, റെക്കർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തതോ ആയിട്ടുള്ള വാല്യൂസിനെയാണ് എന്തിൽ വരുന്നത്? ഇറാഷണൽ നമ്പേഴ്സ്. സോ റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് റെപ്രസെന്റേഷൻ വരാം. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വര മേളില് 0.287 എന്ന് കണ്ടിട്ട് ഒരു വര തന്നു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ വിച്ച് ഈസ് റെക്വയറിംഗ് അല്ലെ? റീഒക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ഈ 0.287 മൊത്തത്തിൽ പിന്നീട് എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ റീഒക്വയർ ചെയ്തു പോകുന്നതിനെയാണ് നമുക്ക് ആ വര വെച്ചിട്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ഈസ് സ്പെസിഫിക്. അപ്പൊ എ ബൈ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതും ബി നോട്ട് ഈക്വൽ ടു 0. ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ കാരണം ഡിനോമിനേറ്റർ സൈഡ് 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡെഫിനിറ്റ് വാല്യൂ ഇല്ല. സോ ബി നോട്ട് ഈക്വൽ ടു 0 വരുന്ന എ ബൈ ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പർ. ഓൾ ദ നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് റിയൽ നമ്പേഴ്സ് 0 1 2 3 ഇതിങ്ങനെ എഴുതി പോകുന്നത് എല്ലാം എന്തിൽ വരും? റാഷണൽ നമ്പേഴ്സിൽ വരും. അതർ ദാൻ ദാറ്റ് റീഒക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ റെക്വയർ ചെയ്യുന്ന ഫ്രാക്ഷൻസും എന്തിൽ വരും? റാഷണൽ നമ്പേഴ്സിൽ വരും. ഇറാഷണൽ നമ്പേഴ്സിൽ എങ്ങനെയാണ്? റീഒക്വയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എ ബൈ ബി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത റീഒക്വയർ ചെയ്യാത്ത ഫ്രാക്ഷൻസ് ആണ് എവിടെ വരിക? ഇറാഷണൽ നമ്പേഴ്സിൽ വരിക. ഓക്കെ, സോ റാഷണൽ ആൻഡ് ഇറാഷണൽ. അപ്പൊ നമ്പർ സിസ്റ്റത്തിന്റെ ബേസുകളാണ് നമ്മൾ പറയുന്നത്. ഡെസിമൽ സിസ്റ്റം, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്ലയേഴ്സ് അല്ലെ? എന്താണ് ഫാക്ടേഴ്സ്, എന്താണ് മൾട്ടിപ്ലയേഴ്സ്? ഇതറിഞ്ഞാലേ നമുക്ക് എന്താണ് പ്രൈം നമ്പേഴ്സ് ആൻഡ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കൺകറന്റ് നമ്പേഴ്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്ലയേഴ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സും മൾട്ടിപ്ലയേഴ്സും വരുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ കേസിലാണ്. ഓക്കെ, അപ്പം എന്താണ് ഫാക്ടർ, എന്താണ് മൾട്ടിപ്ലയർ നോക്കാം. ഇഫ് എ നമ്പർ x can be denoted by y into z or y into something, that is x can be represented using y. ഓക്കെ, y വെച്ചിട്ട് നമുക്ക് x നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എങ്കിൽ ആസ് എ മൾട്ടിപ്ലയർ. ഫോർ എക്സാമ്പിൾ then 14 is 7 into 2. Okay, 14 is 7 into 2. So you can say that 14 എന്ന് പറയുന്നത് എന്തിന്റെ 14ന്റെ ഫാക്ടർ ആണ് 7 എന്ന് പറയാം. Okay, the factor of 14 അല്ലെ? factor of 14 ആണ് 7 എന്ന് പറയുന്നത്. Also 14ന്റെ ഫാക്ടർ തന്നെയാണ് 2 എന്ന് പറയുന്നത്. Okay, factor. And you can again be say that 7ന്റെ എന്താണ് മൾട്ടിപ്ലയർ ആണ്
ആര് the 7's multiplier അതാണ് എന്തെന്ന് പറയുന്നത് 14. ഓക്കെ 14 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്ലയർ ആണ്. സോ ഫാക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഖ്യ വെച്ചിട്ട് അല്ലെങ്കിൽ if x can be denoted in terms of y, then you can say that y is a factor of x. Okay, y is a factor of x. X can be denoted by y, then y is a factor. അല്ലെ y എന്ന് പറയുന്നത് എന്താണ് factor of x എന്ന് പറയാം. Or in other ways you can say that x is a multiplier of y. അല്ലെ x എന്ന് പറയുന്നത് ആരുടെ മൾട്ടിപ്ലയർ ആണ് y യുടെ. ഇനി എവിടെയാണ് ഈ ഫാക്ടറും മൾട്ടിപ്ലയറും നമുക്ക് ബാധകമാവുന്നതെന്ന് വെച്ചാൽ ഈവൻ ഇൻ നമ്മുടെ റിമൈൻഡർ തിയറത്തിൽ നമ്മൾ പ്രൈം നമ്പേഴ്സും കോപ്രൈമും ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ അപ്പോ വാട്ട് ഡു യു മീൻ ബൈ പ്രൈം നമ്പർ and what do you mean by composite number? Okay, ഇതാണ് നമ്മളുടെ മെയിൻ. Okay, prime number and composite number is coming under this category. Factors and multipliers വെച്ചിട്ടാണ് നമ്മൾ prime numberും composite numberും എന്ന് പറയുന്നത്. Suppose നമ്മൾ ഇപ്പോൾ എടുക്കാണ് 2 can be represented by 2 into 1. Okay, so you can say that 2 is a factor of 2 and 1 is a factor of 2 except 2. Okay, if you are saying that it is 4, 8, 16. Okay, you are saying that 4 into 1 will give 4. 4 into 1 നമുക്ക് 4 കിട്ടും അല്ലേ. ഇനി 2 into 2 it's also what 4 അല്ലേ. 2 into 2 ചെയ്താലും നമുക്ക് ആരെ കിട്ടും 4നെ കിട്ടും. ഓക്കെ ഇനി 8 ആണെങ്കിലോ 4 into 2 എന്ന് പറയുന്നത് 8 ആണ്. Then 8 into 1 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. Then 2 into 2 അതും എന്ത് തന്നെയാണ് 8 ആണ്. ഓക്കെ then 16 ആണെങ്കിലോ നമുക്ക് ഇതേപോലെ ഒരുപാട് 16 into 1 എഴുതാം, 8 into 2 എഴുതാം, 4 into 4 എഴുതാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് എന്തിലുണ്ട് ഈ പറയുന്ന നമ്പേഴ്സിലുണ്ട്. ഓക്കെ except 2. ഓക്കെ 2വിനെ നമ്മളൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 4, 8, 16 and all the other numbers which can be represented by so many numbers അല്ലെ. ഒരുപാട് നമ്പർ വെച്ചിട്ട് നമുക്ക് ആരെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം 4, 8, 16 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം 16, 8, 4 ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയാം. നമ്മൾ ഫാക്ടർ എന്താണെന്ന് പഠിച്ചു എന്തേ x can be represented in terms of y, then you can say that y is a factor of x അല്ലെ. അപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് എല്ലാ നമ്പേഴ്സ് ഇപ്പൊ 10ന് 5 into 2 അപ്പൊ 5 ഒരു ഫാക്ടർ ആണ് 10ന്റെ, 2 ഒരു ഫാക്ടർ ആണ് 10ന്റെ. ഓക്കെ അപ്പൊ 10 into 1 എന്നും നമുക്ക് അതിനെ എഴുതാം. അപ്പൊ എന്താ 10ഉം ഒരു ഫാക്ടർ ആണ്. സോ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഒരു നമ്പറിനുണ്ടെങ്കിൽ ആ നമ്പറിനെ നമ്മൾ എന്തെന്ന് പറയും കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. എപ്പോഴാണ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അതായത് ഓൾവേസ് എല്ലാ നമ്പേഴ്സിന്റെയും ഒരു ഫാക്ടർ ആണ് 1 എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ 10നെ നമുക്ക് 10 into 1, then 7നെ നമുക്ക് 7 into 1. സോ എല്ലാ നമ്പറിന്റെയും ഫാക്ടർ ആണ് 1. Okay, 1 is the common factor for all the numbers. So 1ഉം ആ നമ്പറും അല്ലെ 10 into 1 10, 7 into 1 അപ്പം ആ നമ്പറും അതിന്റെ ഫാക്ടേഴ്സ് ആണ്. Okay, and if only 1 and the particular number മാത്രമേ ഒരു നമ്പറിന് ഫാക്ടർ ആയിട്ടുള്ളൂ എങ്കിൽ ആ നമ്പറിനെ പറയുന്നതാണ് എന്ത് പ്രൈം നമ്പർ. ഓക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, റിഫ്രഷ് ചെയ്യുന്നത് നമ്മളുടെ പ്രോബ്ലംസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ അപ്പൊ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 1 and the particular number is the only factors, then you can say that the number is a prime number. ഒന്നും അതേ നമ്പറും മാത്രമേ ഒരു നമ്പറിന് ഫാക്ടർ ആയിട്ടുള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രൈം നമ്പർ. അപ്പൊ എന്താ കോമ്പോസിറ്റ് നമ്പർ? 1ഉം ആ നമ്പറും അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ എന്ന് വെച്ചാൽ ആ രണ്ട് ഫാക്ടർ അല്ലാതെ other than that if any factor occurs for a particular number then it is known as composite number. Okay, but 11ന്റെ ഫാക്ടർ പറയാൻ പറഞ്ഞ 11ഉം 1ഉം മാത്രമേ ഉള്ളൂ അല്ലെ. 11ഉം 1ഉം മാത്രമേ അതിന്റെ ഫാക്ടർ. So you can say that it is a prime number. 11 is a prime number. But for 10 what does it mean? 5 is a factor, 2 is a factor,
10 is a factor, 1 is a factor. അല്ലെ? അപ്പൊ 4 ഫാക്ടർ ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. Again I am saying പ്രൈം എന്ന് പറഞ്ഞാൽ 3 and 5 അല്ലെ? 3യും 3യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 3 into 1. Okay, then 5 into 1. ഇതിനെ നമ്മൾ കോപ്രൈംസ് വെച്ചിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് പ്രൈം നമ്പർ അത്യാവശ്യമായിട്ട് വരും. Then prime number is the number which can be represented only or the factors of the prime number is only that number and 1. Okay, that composite number എന്ന് പറഞ്ഞാൽ other than the number and 1 so many അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് നമ്പർ എന്ന് പറയും? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ് ഇസ് റിഗാർഡിംഗ് ദ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്ലയേഴ്സ്. അപ്പൊ ഫാക്ടർ എന്താണ്? ഇഫ് എക്സ് ക്യാൻ ബി റെപ്രസെന്റഡ് യൂസിംഗ് വൈ, okay, as a multiple of y, then y is said to be the factor of x. At the same time x is taken to be the multiplier of y. അല്ലെ? അതേ സമയത്ത് തന്നെ എന്താണ്? y നമ്മൾ ഫാക്ടർ എന്ന് പറയും, x നെ നമ്മൾ എന്തെന്ന് പറയും? മൾട്ടിപ്ലയർ എന്ന് പറയും. ഓക്കെ, അപ്പം മൾട്ടിപ്ലയറും ഫാക്ടറും അറിയാം അല്ലെ? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ഇഷ്ടം പോലെ പഠിക്കുന്നതാണ്. ഓക്കെ, then coming to the next category of number system is fractions. അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? rational, irrational, prime, composite, and then you are going to fractions. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ, ഈ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താ പ്രോപ്പർ ഫ്രാക്ഷൻ? എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് മിക്സഡ് ഫ്രാക്ഷൻ? അതെല്ലാം കേൾക്കുന്ന സാധനം തന്നെയാണ്. ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1/2 is a proper fraction. Then 3/5 is a proper fraction. Then 7/11 is a proper fraction. In the proper fraction എന്ന് പറഞ്ഞാൽ if the denominator of the particular fraction is more than the numerator. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളോട് കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ട് അറേഞ്ച് ചെയ്യാൻ പറയും. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ ഈ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിനെ ചെയ്യാൻ പറ്റുള്ളൂ. ആ തരുന്നതിനകത്ത് ചിലപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ കാണും, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കാണും, മിക്സഡ് ഫ്രാക്ഷൻ കാണും. ഓക്കെ, ദെൻ അപ്പൊ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിനോമിനേറ്റർ ഈസ് മോർ ദാൻ ന്യൂമറേറ്റർ, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമായിട്ടുള്ള അല്ലെ? ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ എന്തുമായിരിക്കും? ചെറുതായിരിക്കും. നോക്കിക്കേ നിങ്ങൾ, 1/2 1 ആണ് ന്യൂമറേറ്റർ, 2 ആണ് ഡിനോമിനേറ്റർ. 2 ആരെക്കാട്ടി വലുതാണ്? 1 വലുതാണ്. 3/5 ഓക്കെ, 3 ആണ് ന്യൂമറേറ്റർ, 5 ആണ് ഡിനോമിനേറ്റർ. 5 ആരെക്കാട്ടി കൂടുതലാണ്? 3യെക്കാട്ടി കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ എഴുതുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? നമുക്ക് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ഫ്രാക്ഷനെ തരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിനെ പ്രോപ്പർ ഫ്രാക്ഷനിൽ എങ്ങനെയായിരിക്കും, ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അപ്പം ദിസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 അല്ലെ? 3/5 എന്ന് പറയുന്നതായാലും 1/2 എന്ന് പറയുന്നതായാലും പ്രോപ്പർ ഫ്രാക്ഷന്റെ വാല്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. കാരണം എന്താ? ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെ കാട്ടി കൂടുതലാണ്. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ അതർ വേസ് എന്താണ്? 17/5 ഓക്കെ, ദെൻ 11/10 ഓക്കെ, ദെൻ 2 വേണ്ട, 3/2 ഓക്കെ. ഇതെല്ലാം എന്തിൽ വരും? ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ വരും. അതായത് ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ചെറുതും ന്യൂമറേറ്റർ എന്ന് പറയുന്നത് വലുതായിരിക്കും. സോ ഓൾവേസ് ദ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പം എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഈസ് വെയർ ദ ന്യൂമറേറ്റർ ഈസ് ഹയർ ആൻഡ് ഡിനോമിനേറ്റർ ഈസ് ലെസർ. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ കൂടുതലും ഡിനോമിനേറ്റർ കുറവുമായിട്ടുള്ള ഫ്രാക്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് മിക്സഡ് ഫ്രാക്ഷൻസ് എന്ന്. നമ്മൾ കണ്ടിട്ടുണ്ട് 1 2/5 അല്ലെങ്കിൽ 3 8/2 ഓക്കെ, 8/3 ഇട്ടുന്നോട്ടെ, 8/3, 5 2/5 അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ്
the real numbers. Numbers fractions തമ്മിലുള്ള combinations ആണ് mixed fraction എന്ന് പറയുന്നത്. ഇനി ഈ mixed fraction എങ്ങനെ നമുക്ക് normal, proper or improper fractionലേക്ക് ആക്കാം നോക്കാം. എല്ലാ mixed fractionും improper fraction ആയിരിക്കും. കാരണം എന്താ, നമ്മൾ ഈ 1 2 by 5 അല്ലെ, ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, ഇതിനെ ഫ്രാക്ഷൻ നോർമൽ ഫ്രാക്ഷനിലേക്ക് ആക്കും നമ്മൾ അല്ലെ. എങ്ങനെയാണ്, 5 into 1 plus 2 divided by 5. അപ്പൊ എന്ത് കിട്ടും, 5 into 1 5 plus 2 7 by 5. And you know that 7 by 5 belong to improper fraction അല്ലെ, improper. അപ്പൊ you can say that mixed fraction is a mixed fraction എന്ന് പറയുന്നത് the type of improper fraction, but representation is with a number, a real number and a fraction. അപ്പോൾ ഒരു റിയൽ നമ്പറിന്റെയും ഫ്രാക്ഷന്റെയും കോംബോ ആയിട്ടാണ് നമ്മൾ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അത്, മിക്സഡ് ഫ്രാക്ഷൻ. പക്ഷെ എല്ലാ മിക്സഡ് ഫ്രാക്ഷനും എന്ത് ചെയ്യും, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. കാരണം എന്താ, നമുക്ക് ഇവിടെ ഇപ്പൊ 3 8/3 അല്ലെ, 3 8/3 ഇതിനെ നമുക്ക് നോർമൽ ഫ്രാക്ഷനിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 3 into 3 plus 8/3. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, 9 plus 8 17/3. So it is a improper fraction അല്ലെ. കാരണം എന്താ, ഡിനോമിനേറ്റർ കുറവാണ്. അപ്പൊ എല്ലാ മിക്സഡ് ഫ്രാക്ഷനും എന്ത് തന്നെയാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. പക്ഷേ we are representing that using a real number and a fraction അല്ലെ. റിയൽ നമ്പറും ഫ്രാക്ഷനും കൂടെ ഒരു കോമ്പോസിഷൻ ആയിട്ടായിരിക്കും നമ്മൾ ആരെ റെപ്രസെന്റ് ചെയ്യുക, മിക്സഡ് ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അല്ലാതെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമുക്ക് മോഡൽസ് റിപ്രസെന്റ് ചെയ്യുമ്പോൾ പറയാം. അപ്പൊ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ഏകദേശം ഫ്രാക്ഷൻസ് എന്താണ്, റിയൽ നമ്പർ എന്താണ്, റാഷണൽ നമ്പർ എന്താണെന്നൊക്കെ നോക്കി. ദെൻ proper fraction, improper fraction and mixed fraction. I think it's very clear. Proper fraction ആണെങ്കിൽ ഡിനോമിനേറ്റർ കൂടുതലും ന്യൂമറേറ്റർ കുറവായിരിക്കും, is always less than 1. Improper fraction ആണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ കൂടുതലും ഡിനോമിനേറ്റർ ചെറുതുമായിരിക്കും, always greater than 1 ആയിരിക്കും. Then mixed fraction is a special type of improper fraction. We are representing that using a real number and a fraction അല്ലെ. അതിനെ എങ്ങനെ നമുക്ക് improper fractionലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി. Next is representation of a number in decimal number system. അപ്പൊ നമ്മളുടെ ബേസ് വരുന്നത് ഇവിടെയാണ്. നമുക്കൊരു നമ്പർ റെപ്രസെന്റ് ചെയ്യണം. സപ്പോസ് ഐ എം റെപ്രസെന്റിങ് ദ നമ്പർ യൂസിങ് എ ആൻഡ് ബി. നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലേസ് വാല്യൂസ് വെച്ചെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നമ്മളൊരു നമ്പറിന് ABCD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും റൈറ്റ് ഹാൻഡ് സൈഡിൽ അല്ലെ, അതിനെ പറയുന്ന പേരാണ് യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. പ്ലേസ് വാല്യൂ ഓഫ് D ഈസ് യൂണിറ്റ് പ്ലേസ് 1 ആണ് അവിടുത്തത്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 ആണ് ഓരോ പൊസിഷനിലും കൂടി പോകുന്നത് മൾട്ടിപ്ലയേഴ്സ് ആയിട്ടാണ്. അപ്പൊ എന്താണ്, C എന്ന് പറയുന്നതാണ് 10th പൊസിഷൻ, അതായത് 1 into 10 10th പൊസിഷനിൽ എന്ന് പറയും. ഇനി ആ 10ന്റെ കൂടെ 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിൽ 100th പൊസിഷൻ ആണ് നമ്മൾ ആരെ പറയുന്നത്, ബി എ പറയുന്നത്. ദെൻ എ എന്ന് പറയുന്നത് 1000 പൊസിഷൻ. ഈ 100ന്റെ കൂടെ 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്ലേസ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്. സപ്പോസ് ABCD is a 4-digit number. The digit D goes to unit place, C goes to 10th place, B goes to 100, A goes to 1000. എന്തിനാന്ന് വെച്ചാല് നമുക്കൊരു നമ്പറിനെ എന്ത് ചെയ്ത് എഴുതണം. ഇപ്പൊ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, ദ ഇന്റർചേഞ്ചിങ് ഓഫ് പൊസിഷൻ ഓഫ് നമ്പേഴ്സ് അല്ലെ. നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അല്ലെ. സോ അതറിയണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയണം അല്ലെ. സപ്പോസ് AB എന്ന് പറയുന്ന ഒരു 2-digit നമ്പർ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ബി റൈറ്റ് ഇറ്റ് ആസ് 10A plus 1 into B. 10 into A plus 1 into B. The AB can be represented. ഇതായിരിക്കും ഇതിന്റെ വാല്യൂ. ഫോർ എക്സാമ്പിൾ 48 is there. 48 എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 10 into 4 plus 10A അല്ലെ, പ്ലസ് 1 into 8 എന്ത് വരും, 10 into 4 is 40, 1 into 8 is 8. So it is 48. So any number can be split up with its place value. And suppose there is ABC.
3 ഡിജിറ്റ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 100 into a പ്ലേസ് വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം അല്ലെ. 10 into b പ്ലസ് 1 into c. നമുക്ക് അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഒക്കെ എപ്പോഴും പ്ലേസ് വാല്യൂ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് 100 into 8 എന്ന് ചെയ്തിട്ട് 800ന്റെ ടേംസിലേക്ക് ആക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ റെപ്രസെന്റ് സ്പ്ലിറ്റ് ആൻഡ് മൾട്ടിപ്ലൈ വിത്ത് place value. അപ്പൊ എന്താ 100a plus 10b plus 1c. Suppose it is 287. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? 100 into 2 plus 10 into 8 plus 7 into 1. So ഇത് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, 200 ഇപ്പം വേറൊരു 480 ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ 400ഉം 200ഉം കൂടെ ആദ്യം ആഡ് ചെയ്ത് അതിന്റെ 10 പ്ലേസ് അല്ലെ പ്ലേസ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്ലിറ്റ് ആൻഡ് ആഡ് എന്ന് പറയും അല്ലെ. വലിയ നമ്പേഴ്സ് ഒക്കെ വരുമ്പോ ഇപ്പൊ ഒരു 8-10 ഡിജിറ്റിന്റെ നമ്പർ ഒക്കെ തന്നിട്ട് അഡീഷൻ തരുവാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അപ്പോ റെപ്രസെന്റേഷൻ ഓഫ് നമ്പർ ഇൻ ഡെസിമൽ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എന്താണ്? ദ പ്ലേസ് വാല്യൂ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ പെർട്ടിക്കുലർ ഡിജിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആഡഡ് അപ്പ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ നോർമലി ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡെസിമൽ സിസ്റ്റത്തിൽ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഇതിന്റെയൊക്കെ എക്സാമ്പിൾസിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ദ ഡിഫറെന്റ് മോഡൽസ് ബൈ യൂസിങ് ദിസ് നമ്പർ സിസ്റ്റം. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നോർമലി വരുന്ന ആദ്യം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അതിനെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം, നോർമൽ രീതി പറയാം, ദെൻ എളുപ്പത്തിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഒരു ബേസ് ആയിട്ട് കണ്ട് ഈ വീഡിയോ നോക്കി പഠിച്ചതിന് ശേഷം പ്രോബ്ലംസിലേക്ക് പോവാം. ഓക്കെ.